കൊച്ചിയിൽ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ പിടിയിലായത് അസം സ്വദേശി ഫിർജോഡ് അലി. പൊന്നുരുന്നി റെയിൽവേ ഷണ്ടിംഗ് കേന്ദ്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഇയാൾ സ്ത്രീയെ ക്രൂരമായി പീഡിപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബിനിലുണ്ട് വിശദാംശങ്ങളുമായി. ബിനിൽ, ഇപ്പോൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന അതിക്രമ വാർത്ത, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. കഴിഞ്ഞ 13-ന് രാത്രിയാണ് ഈ ക്രൂരമായ ബലാത്സംഗം നടന്നത്. എറണാകുളത്തെ പൊന്നുരുന്നി ഭാഗത്തെ റെയിൽവേ ഷണ്ടിംഗ് കേന്ദ്രത്തോട് ചേർന്നുള്ള ഭാഗത്താണ് ഈ ബലാത്സംഗം നടന്നിരിക്കുന്നത്. ഇതിനുശേഷം ഇവരെ ഈ ഷണ്ടിംഗ് യൂണിറ്റിന് സമീപത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. വളരെ ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. 54 വയസ്സുള്ള സ്ത്രീക്കാണ് ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. അവരിപ്പോൾ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയാണ്. കഴിഞ്ഞ 2 ദിവസമായി പോലീസ് ഈ പ്രതിക്കായിട്ടുള്ള വ്യാപകമായ തെരച്ചിൽ നടത്തി വരികയായിരുന്നു. എറണാകുളത്ത് റെയിൽവേ കോളനി കേന്ദ്രീകരിച്ച് ഏറെക്കാലമായി താമസിച്ചിരുന്ന അസം സ്വദേശി ഫിർദോസ് അലിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയിരിക്കുന്നത്. എറണാകുളം ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. ഇനി തുടർ നടപടികളിലേക്ക് കടക്കും. തിരിച്ചറിയൽ പരേഡ് അടക്കം നടത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസങ്ങളിൽ ഈ 54 വയസ്സ് പ്രായമുള്ള സ്ത്രീയുടെ ആരോഗ്യനില വളരെ ആശങ്കാജനകമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതിക്രൂരമായ ഒരു ബലാത്സംഗം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇവരുടെ രഹസ്യഭാഗങ്ങളിലടക്കം മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഗുരുതരമായ രീതിയിലുള്ള ആക്രമണമാണ് നേരിടേണ്ടി വന്നത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഫിർദോസ് അലി എന്ന അസം സ്വദേശിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ബിനിൽ, ഈ സമീപകാലത്ത് നമ്മൾ കണ്ട പീഡന വാർത്തകളിൽ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമ പരാതികളിലെല്ലാം പിടിയിലായവർക്ക് മുൻപ് സമാന കേസുമായി ബന്ധമോ അല്ലെങ്കിൽ അതിൽ ഒന്നാം പ്രതി അങ്ങനെ ഒളിവിൽ കഴിയുക, പിന്നീട് ജാമ്യത്തിലിറങ്ങി മുങ്ങുക, ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പിടിയിലായ അസം സ്വദേശിയുടെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരം എന്താണ്? അങ്ങനെ എന്തെങ്കിലും പശ്ചാത്തലമുണ്ടെങ്കിൽ? ഈ ഫിർദോസ് അലി ഏതാണ്ട് 10 വർഷത്തിലധികമായി കൊച്ചിയിൽ താമസിക്കുന്നു എന്നതാണ് പോലീസിന് മനസ്സിലാകുന്നത്. ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമടക്കം വിശദമായി പരിശോധിക്കുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾക്ക് മുൻപ് മറ്റേതെങ്കിലും ക്രിമിനൽ കേസിൽ ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ്. നഗരത്തിൽ അരിച്ചു പെറുക്കിയുള്ള ഒരു പരിശോധനയാണ് കഴിഞ്ഞ 2 ദിവസമായി അതീവ രഹസ്യമാക്കി പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. കാരണം ഈ സംഭവത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുകയും ഇവർ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്ത ശേഷം ഈ 54 വയസ്സുള്ള സ്ത്രീ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ അസം സ്വദേശിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ വ്യക്തിയിലേക്ക്, അതായത് ആരാണ് ഈ പ്രതി എന്നതിലേക്ക് പോലീസിന് കൃത്യമായ സൂചനകൾ ലഭിക്കുന്നത്. പിന്നീട് പ്രത്യേക പോലീസ് സംഘം, എറണാകുളം ACPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് ഈ പ്രതിയുടെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നാളെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്.